ഈ ബില്ലിനെതിരെ സംസാരിച്ചു. എന്താണ് ഈ ഹൈബീഡിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹം ഈ നമ്മളുടെ ഈ എറണാകുളം ജില്ലയിലെ വോട്ട് മേടിച്ചാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഏതോ പാണക്കാട് നിന്ന് വോട്ട് ചെയ്തിട്ടാണ് പുള്ളി ജയിച്ചതെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പാണക്കാടുള്ള കാര്യമാണ് പുള്ളിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെന്നുള്ള രീതിയിലാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എറണാകുളംകാരാണ് ഇത് ജയിപ്പിച്ച് വിട്ടേന്നുള്ളത് ഒന്ന് ഓർത്തിരുന്നാൽ പുള്ളിക്ക് ഭാവിയിലേക്ക് സുരക്ഷിതമായിരിക്കും. ചേട്ടാ, ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ BJP അംഗത്വം എടുത്ത് ഇവിടെ മുന്നോട്ട് വരുന്നത്. കാരണം ഇതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ്. BJP ഒരു വർഗീയ പാർട്ടിയാണ്, ഹിന്ദുത്വ പാർട്ടിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന LDFനും UDFനും ഇത് വലിയൊരു തിരിച്ചടിയല്ലേ യഥാർത്ഥത്തിൽ? തിരിച്ചടി തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഇവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും ഈ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും കോൺഗ്രസിനാണ് വോട്ട് ചെയ്തിരുന്നത്. കുറേ പേര് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടി ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഇവിടുത്തെ സാധാരണക്കാരന് യാതൊരു ഗുണമുണ്ടായിരുന്നില്ല. കാരണം 610 കുടുംബങ്ങളുടെ മേലെ ഈ 2022 വഖഫ് എന്ന ഒരു ദുരന്തം വന്ന് വീണിട്ട് ഞങ്ങൾ 2 പാർട്ടിക്കാരെയും ചെന്ന് കാണുകയും അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങളുടെ MLA ഞങ്ങളെ കൂടി കുറച്ച് നാൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് CPMൻ്റെ AN ഉണ്ണികൃഷ്ണൻ സാറ്, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഒരു 2-2.5 കൊല്ലത്തോളം ഞങ്ങളുമായിട്ട് തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രി മുതലുള്ള മന്ത്രിമാരെ കാണാനായിട്ടൊക്കെ വന്നിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇന്നേ വരെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ പ്രതിപക്ഷ നേതാവും അവരൊക്കെ പറഞ്ഞിട്ട് അവർ ഇത് വഖഫ് ഭൂമിയല്ല, നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് കേരള ഗവൺമെൻറ്റിന് അത് തീർക്കാവുന്ന പ്രശ്നമാണെന്ന് പറയാനല്ലാണ്ട് ഒരു കാര്യം ഇന്നേ വരെ നടന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ അതിന് ശേഷം ഞങ്ങളിവിടെ ഈ പള്ളിമുറ്റത്ത് ഈ നിരാഹാര സമരം തുടങ്ങിയത്. ഈ നിരാഹാര സമരം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ BJP ഗവൺമെൻറ് ഈ വഖഫ് ആക്ട് ഭേദഗതി ആയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതുകൂടാണ്ട് മറ്റുള്ള നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അതുകൂടാണ്ട് ഈ വഖഫ് ആക്ട് മൂലം ഞങ്ങൾക്ക് ഗുണമുണ്ടാകും എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഉള്ള പ്രതീക്ഷ അവർ തന്നെയായിരുന്നു, ഇത് തന്നെയായിരുന്നു, BJP ഗവൺമെൻറ് തന്നെയായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് കേരള ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ച്, പക്ഷേ ആ കമ്മീഷൻ്റെ പ്രവർത്തനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വഖഫ് സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കടലാസ് സംഘടനകൾ കേസിന് പോവുകയും അത് അവരുടെ പുറകിൽ ആ ഒരു കടലാസ് സംഘടനകൾ എന്ന് പറയുമ്പോഴും SDP പോലെയുള്ള സംഘടനകളാണല്ലോ തീവ്രമായിട്ടുള്ള സംഘടനകളാണല്ലോ. തീവ്രവാദികളായ അവരുണ്ട്. തീവ്രവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഈ SDP പോലുള്ള സംഘടനകളും ആണ് ഈ വഖഫ് സംരക്ഷണ സമിതി നിൽക്കണവർ. അവർ കേസിന് പോയിട്ട്, അതായത് ഈ വഖഫ് ബോർഡിൽ നിന്ന് തന്നെ പുറത്താക്കിയ 2 വ്യക്തികളാണ് ഞങ്ങൾക്കെതിരെ ഈ കേസിന് പോണത്. അപ്പോൾ ആ കേസിൽ ഈ കമ്മീഷനെ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആ കമ്മീഷൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാനായിട്ട് ഹൈക്കോടതി ഓർഡർ ഇട്ട് ഇപ്പോൾ വീണ്ടും അത് ഡിവിഷൻ ബെഞ്ചിലോട്ട് പോയിക്കണം. പക്ഷേ ആ കമ്മീഷൻ്റെ പ്രവർത്തനം കൊണ്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു ഗുണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ കോടതിയിൽ തന്നെ അവരുടെ വക്കീൽ, കേരള ഗവൺമെൻറ്റിൻ്റെ വക്കീൽ പറഞ്ഞത് അനുസരിച്ച് ഞങ്ങൾക്ക് യാതൊരു ഇതും ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് അന്ന് തന്നെ മനസ്സിലായതാണ്. അപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ കമ്മീഷനെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ടുണ്ടായിരുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോദി ഗവൺമെൻറ്റിൻ്റെ ഈ അമെൻമെൻറ്റിൻ്റെ ഇതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നലെയും ഇനിയാന്നുമായിട്ട് ഈ വഖഫ് ആക്ട് പാർലമെൻറ്റിലും രാജ്യസഭയിലും പാസ്സായിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഉള്ള ചില കാര്യങ്ങൾ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വകുപ്പുകൾ അതിൻ്റെ അകത്തുണ്ട്. അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഇവിടെ നടത്തുന്ന ഈ സമരം പൂർണ്ണമായിട്ട് ഞങ്ങൾ വിജയിച്ചിരിക്കണം എന്നുള്ള തോന്നൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നത്. അപ്പോൾ ഞങ്ങളെ സഹായിച്ചത്, അതായത് എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ ആരും എന്നെ സഹായിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ മോദി ഗവൺമെൻറ് എന്നെ സഹായിച്ചപ്പോൾ ഞാൻ മോദി ഗവൺമെൻറ്റിൻ്റെ കൂടെയും അല്ലെങ്കിൽ BJPയുടെ കൂടെയും പോകാനായിട്ട് തീരുമാനിച്ച് ഞാനും എൻ്റെ ഭാര്യയും BJPയിൽ ചേർന്നു. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഇപ്പോൾ അവസാനമായിട്ട് ചേട്ടാ, ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഈ ഒരു സംഭവത്തോടു കൂടി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മെത്രാൻ സമിതിയും ഇന്ത്യയിലുള്ള മെത്രാൻ സമിതി അവരെല്ലാവരും ഈ വഖഫ് ഭേദഗതിയെ പിന്തുണക്കണമെന്ന്
ഈ ഇവിടെ നിന്ന് ജയിച്ചു പോയ, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എല്ലാ MP മാരോട് ആവശ്യപ്പെട്ട്. പക്ഷേ അവർ ഒരാൾ പോലും അതിന് വകവച്ചില്ല, അതിന് വില കൽപ്പിച്ചില്ല. അപ്പോൾ ഇവിടെയുള്ള ഭൂരിഭാഗം ക്രിസ്ത്യാനികളും വീണ്ടും പഴയതുപോലെ ഈ വഖഫിൻ്റെ കീഴിൽ അല്ലെങ്കിൽ മുസ്ലിം പ്രീണനത്തിൽ വിധേയരായി തന്നെ ജീവിച്ചോട്ടെ എന്നുള്ള അവരുടെ ആ ഉദ്ദേശം ഇപ്പം നടക്കാത്ത ഒരു കണ്ടീഷനാണ് ഈ വഖഫ് ഭേദഗതി നിയമം മൂലം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ഈ BJP ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുകയും BJP ഗവൺമെൻറ്റിൻ്റെ നല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏത് പ്രവൃത്തി വന്നിട്ടുണ്ടെങ്കിലും BJP ഗവൺമെൻറ്റിൻ്റെ കൂടെ ഉണ്ടാവും. ചേട്ടാ നമസ്കാരം, പേരെന്താ? നമസ്കാരം, നിക്സൺ. ചേട്ടാ, ഇപ്പോൾ ചേട്ടനും BJP-യിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? അതുപോലെ ഇന്ന് എത്ര ആളുകൾ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുണ്ട്? ഏകദേശം 50-55 പേരോളം. അത് ഈ തിരക്ക് ആയതിന്റെ പേരിലാണ് ഇത്ര ആളുകളായത്, അല്ലെങ്കിൽ കൂടുതലുണ്ടായേനെ? അത് ഏകദേശം 200 പേരോളം ചേരാനാണ് ഇന്ന് വെച്ചത്. അപ്പൊ ഇന്നിപ്പോ തിരക്കായതിന്റെ പേരിലാണ് 50 പേരോളം. ഇപ്പോ അടുത്ത പരിപാടി നടക്കുന്നുണ്ടോ? അടുത്ത പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയ ഒരു സമ്മേളനമായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. വൈകാണ്ടുണ്ടാവും. അത് നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങളാണോ വരുന്നത്? അതെ, ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ഹൈന്ദവരുണ്ട്. നിങ്ങൾ താമസിക്കുന്ന വാർഡിൽ LDF-ഉം UDF-ഉം മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇവിടെ BJP ഉണ്ടായിരുന്നില്ലേ? ഇല്ല, BJP വരലെണ്ണുള്ള 1-2 സ്ഥാനാർത്ഥികൾ പോലും ഇല്ല, ഉണ്ടാവാറില്ല. ഈ 2 സ്ഥാനാർത്ഥികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ? 2 സ്ഥാനാർത്ഥികൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്താണ്? കാഴ്ചപ്പാടിൽ BJP മാത്രം ഉണ്ടാകാനേ ചാൻസ് ഉള്ളൂ. കാരണം ഇത് ബാക്കി 2 പേർക്കും നിൽക്കാൻ ആള് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. പിന്നെ സ്ഥാനാർത്ഥികളാവാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. ആയിക്കോളൂ. ഇപ്പോൾ ഇവിടെയുള്ള CPM-ന്റെ നേതാക്കന്മാര്, ഇപ്പൊ ചേട്ടൻ ഏത് പാർട്ടിയിലാണ് വർക്ക് ചെയ്തിരുന്നത്? ഞാൻ CPM-ലാണ്. CPM-കാരനായിരുന്നു. ഈ CPM-ന്റെ നേതാക്കന്മാർ നിലവിൽ ഇവിടെ ഉണ്ടോ? ഇപ്പോഴും ഈ പറയുന്ന സമരത്തോട് യോജിച്ച് പോകാതെ മാറി നിൽക്കുന്ന ആളുകളുണ്ടോ? മാറി നിൽക്കുന്ന ആളുകളൊരു 4-5 കുടുംബങ്ങളുണ്ട്. ചേട്ടൻ CPM-ല് എന്തെങ്കിലും ചുമതല വെച്ചിട്ടുണ്ടോ? ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഒരു 10 വർഷം മുമ്പ് അനുഭാവിയായിട്ട് പ്രവർത്തകനായിട്ട് പോയി. അതെ, അങ്ങനെ. ഇപ്പോ ഈ ചേട്ടൻ BJP-യിലേക്ക് വരുന്ന ഈ ഒരു സാഹചര്യം അവർ ഏത് തരത്തിലായിരിക്കും കാണുക, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും? അവരുടെ പ്രതികരണം എന്ന് വെച്ചാല് ഇപ്പൊ അവരുടെ ഈ പ്രവർത്തനം കൊണ്ടാണല്ല ഈ കോലത്തിലായത്. അപ്പൊ അവരെന്ത് പ്രതികരിച്ചിട്ട് എന്താ കാര്യമാണ്? ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് പാർട്ടികൾ ഉണ്ടാകേണ്ടത്. അപ്പൊ ഇവിടത്തെ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന CPM-ആണ്. CPM-ആണ്. ആ CPM ഭരിക്കുന്ന പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി അവിടുത്തെ ഈ വാർഡ് മെമ്പർമാർ വരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഈ ആൾക്കാരൊക്കെ നമ്മിഞ്ഞ് എന്ത് പറഞ്ഞു കൊണ്ടു നടക്കാനും? കോൺഗ്രസിന്റെ ആളുകൾ എങ്ങനെയായിരുന്നു? കോൺഗ്രസ് വാർഡാണ്. ഈ വാർഡ് കോൺഗ്രസിന്റെ വാർഡാണ്. ഈ വാർഡിലുള്ള മെമ്പർ ഏകദേശം കുറച്ചാളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണാറില്ല. ഈ ഒരു നിങ്ങളെല്ലാവരും BJP-യോട് ചേർന്ന് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അതാണ് ചാൻസ് ഉള്ളൂ. ഇപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൽ BJP-ക്ക് വലിയ സാധ്യത ഉണ്ടെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പിന്തുണ ഇപ്പോൾ ഈ പറയുന്ന വാർഡുകളിലാണെങ്കിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുള്ള ഒരു വാർഡാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് BJP-ക്ക് തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ വേറെ എന്തെങ്കിലും ഒരു പ്രചരണമൊക്കെ നടത്തി കഴിഞ്ഞാൽ ക്രൈസ്തവർ വോട്ട് ചെയ്യാതെ മാറി നിൽക്കും. മെത്രാസമിതിനെ വരെ തള്ളിക്കളഞ്ഞ പാർട്ടിക്കാരാ നേരത്ത് സ്വാഭാവികമായിട്ടും ഈ പ്രാവശ്യം ഈ BJP ജയിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് വിലയാണ് ഉണ്ടാവുന്നത്? അപ്പോൾ ഈ മെത്രാസമിതി എന്ന് വെച്ചാൽ ഈ കേരളത്തിലെയും ഈ ഇന്ത്യയിലെയും എല്ലാ മെത്രാസമിതികളുമാണ് ഈ ആഹ്വാനം ചെയ്തത്. എന്നിട്ട് അവർക്ക് പുല്ലുവിലയാണ് ഈ പാർട്ടി കൊടുത്തത്. അപ്പോൾ ഇനിയും അവരുടെ കൂടെ നിൽക്കാനാണ് ഇവരുടെ വിധി എന്താവുമെന്ന് അറിയാലോ. അപ്പം ഞങ്ങളുടെ വിധി അങ്ങനെ തന്നെ ആവും. എൻ്റെ അഭിപ്രായത്തിൽ BJP-ക്ക് നല്ലൊരു സാധനം ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ. മുനമ്പൻ ജനത BJP-ക്ക് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ BJP-ക്ക് വോട്ട് ചെയ്യാതിരുന്നാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഏത് തരത്തിലായിരിക്കും മുനമ്പത്തുകാരെ കാണുക? അതിന് പറയാൻ പറ്റാത്തൊരു വാക്കാണ് അത്. വെച്ചാൽ അത്രയും ഒരു ഇത് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി അത്രയും ഉപകാരമാണ് ചെയ്തേക്കണത്. കാരണം ഈ സമരം തുടങ്ങിയ കാലം തുടങ്ങി ഇത്രയും ദിവസം ഞങ്ങളില്ലെങ്കിൽ പോലും അവരുണ്ടാവും. വലിയ പ്രതീക്ഷയാണ്. അത്